അത്യുന്നതന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ബൈബിളിലെ പല വാക്യങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പലർക്കും റെഫറൻസ് ഉൾപ്പെടെയാണ് പല വാക്യങ്ങളും മനഃപ്പാഠമായിട്ടുള്ളത്. ശക്തിപ്പെടുത്തുന്ന, ബലം പകരുന്ന വലിയ ശക്തിയുള്ള വാക്യങ്ങൾ. എന്നാൽ ഈ ഒരു വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് വിശ്വാസികൾ ചെയ്യേണ്ടത് ബൈബിളിലെ വാക്യങ്ങളെ ആഴത്തിൽ അറിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബൈബിളിലെ വാക്യങ്ങളുടെ സാരാംശം മനസ്സിലാക്കുകയാണ്. ഈ ആഴത്തിൽ അറിയുക, സാരാംശം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഈ വാക്യം ആരാണ് പറഞ്ഞത്? ഈ വാക്യം പറഞ്ഞപ്പോൾ ആ ആളുടെ സാഹചര്യം എന്തായിരുന്നു? ഏത് കാലഘട്ടത്തിലാണ് ഈ വാക്യം ബൈബിളിൽ നമ്മൾ കാണുന്നത്? ഏത് കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലാണോ, പഴയ നിയമത്തിലാണോ? പഴയ നിയമത്തിലാണെങ്കിൽ തന്നെ ആരുടെ സമയത്താണ്, എന്ത് നടന്നപ്പോഴാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു വാക്യത്തിൻ്റെ ശരിക്കും യഥാർത്ഥ ആഴത്തിലുള്ള സാരാംശം നമുക്ക് മനസ്സിലാക്കുന്നത്. പലപ്പോഴും വലിയ ശക്തിയുള്ള വചനങ്ങൾ വെറും ഒരു എന്താ പറയുക, പുറമേ ഉള്ള നോട്ടം കൊണ്ട് മാത്രമാണ് നമ്മൾ പല വചനങ്ങളെയും സമീപിക്കുന്നത്. ഈ ഒരു മെസ്സേജിൽ കൂടി, ഇതൊരു മെസ്സേജ് സീരീസ് ആയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല വചനങ്ങളുടെയും കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ഒരു മെസ്സേജിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലെ ഏറ്റവും, ഒരുപക്ഷെ ബൈബിളിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും ഇത്. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു വചനത്തിന് ബാക്കി ഒരു ചെറിയ ഭാവവും കൂടിയുണ്ട്. എന്നോട് എതിർത്ത് നിൽക്കുന്നവർ പതറിപ്പോവും, അവർ വിജയിക്കുകയില്ല. ഈ ഒരു ഭാഗം അറിയത്തില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോർ ദ ലോർഡ് ഇസ് ദെയർ വിത്ത് മീ ലൈക്ക് എ മൈറ്റി വാരിയർ. എന്നാൽ എന്നൊരു ഭാഗം കൂടിയുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം എഴുതിയിരിക്കുന്നത് ഒരു വിലാപത്തിൻ്റെ സ്റ്റൈലിലാണ്. യിരെമ്യാ പ്രവാചകൻ അറിയപ്പെടുന്നത് തന്നെ വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ്. വീപ്പിംഗ് പ്രോഫറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, പലപ്പോഴും യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവം പ്രവചനം പറയിപ്പിച്ചത് ഡിസ്ട്രക്ഷനെ കുറിച്ചാണ്, തകർച്ചയെക്കുറിച്ചാണ്. അതുമാത്രമല്ല, ആ ഒരു യിരെമ്യാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉടനീളം തൻ്റെ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു മോശമായ അവസ്ഥയെക്കുറിച്ച് വിലപിച്ച് നടന്ന ഒരു ആളും കൂടിയാണ് യിരെമ്യാ പ്രവാചകൻ. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും ആയിരിക്കണം ഒരുപക്ഷെ വീപ്പിംഗ് പ്രോഫറ്റ് എന്ന് യിരെമ്യാ പ്രവാചകൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു യിരെമ്യാ പ്രവാചകൻ്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇസ്രായേൽ മക്കൾ ഏറ്റവും വലിയ തകർച്ചയിൽ കൂടി കടന്നു പോകുന്ന സമയത്താണ് യിരെമ്യാ പ്രവാചകനെ കൊണ്ട് ദൈവം പ്രവചനം പറയിപ്പിച്ചത്. ആ ഒരു തകർച്ച എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് അവരുടെ വിഗ്രഹാരാധനയും ദുഷ്കാര്യവും ഒക്കെ വലിയ തോതിൽ നടന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കേൾക്കാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. മറ്റുള്ള ദൈവങ്ങളുടെ പുറകെ പോയ വിഗ്രഹാരാധനക്കാരായിരുന്ന അവർക്ക് യഹോവയെ തീരെ ഗൗനിക്കാനും അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യഹോവയുടെ അരുളപ്പാട് പറഞ്ഞതുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ അവർക്ക് ലിറ്ററലി ഒരു എനിമിയായിട്ട് മാറി. അപ്പോൾ യിരെമ്യാ പ്രവാചകനെ പലപ്പോഴും അവർ തല്ലുകയും ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇനി മേലാൽ യഹോവയുടെ അരുളപ്പാടുകൾ ഞങ്ങളോട് പറയരുത് എന്ന് പറയുകയും യിരെമ്യാ പ്രവാചകനെ ഞങ്ങൾ കൊന്നുകളയാമെന്ന് പോലും തീരുമാനിക്കുന്നത് ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുടനീളം വായിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു യിരെമ്യാ പ്രവാചകൻ്റെ 20-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ പശൂർ എന്ന ഒരു പുരോഹിതൻ യിരെമ്യാ പ്രവാചകനെ അടുപ്പിക്കുകയും ആമത്തിലിടുകയും ചെയ്യുകയാണ്. അപ്പോൾ യിരെമ്യാ പ്രവാചകന് വല്ലാത്ത ഇൻസൾട്ട് പോലെയാണ് ആ ഒരു കാര്യം തോന്നുന്നത്. ഏറ്റവും നിന്ദയും പരിഹാസവും ഒക്കെ അനുഭവപ്പെടുന്ന ആ ഒരു അവസ്ഥയിൽ 20-ാമത്തെ അധ്യായം ഒരു വലിയ വിലാപം പോലെ തന്നെയാണ് യിരെമ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. തൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. പ്രവാചകൻ പറയുന്നത്, നീ ദൈവത്തോട് പറയുകയാണ്, നിന്റെ വാക്കുകൾ പറയുന്നത് കൊണ്ടാണ് എനിക്കിത്ര നിന്ദയും പരിഹാസവും ഏൽക്കേണ്ടി വരുന്നത്. പബ്ലിക് മോക്കറിയാണ് യിരെമ്യാ പ്രവാചകൻ നേരിടേണ്ടി വന്നത്.
ഇനി നിൻ്റെ വാക്കുകൾ ഞാൻ പറയുകയല്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ നിൻ്റെ വാക്കുകൾ എൻ്റെ അസ്ഥികളിൽ അത് വന്ന് തട്ടിയിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു തീ പോലെ ഇത് നിൽക്കുകയാണ് എന്നാണ് പ്രവാചകൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പറയാനും മേല, നിൻ്റെ പ്രവാചകന് പറയാതിരിക്കാനും മേല എന്നുള്ള ആ ഒരു ദയനീയ അവസ്ഥയിലാണ് ഞാൻ. താൻ ജനിച്ച ആ ഒരു ദിവസത്തെ പോലും യിരെമ്യാ പ്രവാചകൻ ശപിക്കുകയാണ്. തൻ്റെ അമ്മയും അപ്പനെയും പോലും ആ ഒരു സങ്കടകരമായ അവസ്ഥയിൽ ശാപവാക്കുകൾ കൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ അവരെയും പോലും അഭിസംബോധന ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര മോശമായ ഒരവസ്ഥയിലാണ് യിരെമ്യാ പ്രവാചകൻ അന്നേരം കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ കണ്ണുനീരിൻ്റെയും അടിയുടെയും പരിഹാസത്തിൻ്റെയും ഒക്കെ നടുവിലാണ് യിരെമ്യാ പ്രവാചകൻ ആ വലിയ പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ഒരിക്കലും വിജയിക്കുകയില്ല. ഈ എന്നാൽ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ഈ എന്നാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റും ഉപദ്രവം മാത്രമേ ഉള്ളൂ. എൻ്റെ സാഹചര്യം വളരെ മോശമായ അവസ്ഥയാണ്. ഞാൻ കണ്ണുനീരിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം, ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വലിയ വിശ്വാസമാണ് പ്രവാചകൻ ദൈവത്തിൽ വെച്ചിരിക്കുന്നത്. എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും എന്ന് പറയുമ്പോൾ തൻ്റെ ശക്തിയില്ലായ്മയെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രവാചകനെയും ദൈവത്തിൻ്റെ മഹാശക്തിയെ, മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കുകളിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് മുൻകരുതൽ കൊടുക്കുന്ന, ഏതവസ്ഥകളുടെയും മേളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, അവന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള വസ്തുതയാണ് യിരെമ്യാ പ്രവാചകൻ ഇവിടെ കാണിച്ചു തരുന്നത്. കണ്ണുനീരിൻ്റെ നടുവിലും കണ്ണുനീർ കിടക്കുകളിലും ദൈവത്തിലുള്ള വിശ്വാസം വെക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ ചെയ്തതുപോലെ തന്നെ എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും മറ്റുള്ളവരുടെയൊക്കെ ഉപദ്രവങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിടുന്ന ഒരവസ്ഥയിലും ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ നമ്മൾക്ക് ഏവർക്കും കഴിയട്ടെ. അപ്പോൾ ഈ ഒരു വചനം, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്, എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല എന്നുള്ള യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള ഈ ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള, എംപവറിംഗ് ആയിട്ടുള്ള വേഴ്സിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതേ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ, ഏത് വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നടത്താൻ നമ്മൾക്കൊക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ഒരു വചനം കേൾക്കുമ്പോൾ, പറയുമ്പോൾ പ്രവാചകൻ കടന്നുപോയ അവസ്ഥകൾ മനസ്സിലാക്കുക, വചനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ പിന്നീട് ഒരിക്കലും ആ വചനം നമ്മളിൽ നിന്ന് വിട്ടുപോകുകയില്ല. അത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. മെമ്മറിയിൽ നിന്നും ഹൃദയത്തിലേക്ക് ഓരോ വചനങ്ങളും നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടി നമ്മളെ ശക്തീകരിക്കുന്ന വചനങ്ങളാക്കി ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ മാറ്റുന്നത് കൂടുതൽ ബൈബിള് വായിക്കുന്നതിൽ കൂടിയാണ്, കൂടുതൽ ദൈവത്തെ അറിയുന്നതിൽ കൂടിയാണ്. അതിനായിട്ട് fall in love with the word of God and fall in love with Jesus.